നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. 85 വയസ്സും അതിനു മുകളിലുള്ളവർക്കും വരിയിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്താൻ പ്രയാസം അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാർക്കുമുള്ള ഹോം വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. ഈ മാസം 9-നാണ് പൊതുതെരഞ്ഞെടുപ്പ്. കേരളത്തിൽ SIR നടപ്പിലാക്കിയ ശേഷം ആദ്യമായി നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ അതീവ സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയുമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓരോ പ്രക്രിയയും നടപ്പിലാക്കുന്നത്. ബുധനാഴ്ച മുതൽ എല്ലാ വോട്ടർമാർക്കുമുള്ള വോട്ടേഴ്സ് സ്ലിപ്പ് വിതരണം ആരംഭിച്ചു. പ്രവാസി വോട്ടർമാർ നാട്ടിലുണ്ടെങ്കിൽ അതാത് പോളിംഗ് ബൂത്തുകളിൽ അവരുടെ പാസ്പോർട്ട് കാണിച്ചാൽ വോട്ട് ചെയ്യാനുള്ള അവസരം ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുണ്ട്. പതിവിലും നേരത്തെയാണ് ഇലക്ഷൻ കമ്മീഷൻ എല്ലാ വോട്ടേഴ്സിനുമുള്ള സ്ലിപ്പ് ഓരോ വില്ലേജ് ഓഫീസുകളിലും എത്തിച്ചിട്ടുള്ളത്. വില്ലേജുകളിൽ നിന്ന് അതാതിടങ്ങളിലെ BLOമാർ സ്ലിപ്പ് കൈപ്പറ്റുകയും വിതരണം ചെയ്യുകയുമാണ്. ഓരോ ബൂത്തിലെയും BLOമാർ വോട്ടർമാരുടെ വീടുകൾ സന്ദർശിച്ച് വോട്ടറുടെ ഒപ്പ് വാങ്ങിയതിനു ശേഷമാണ് വോട്ടേഴ്സ് സ്ലിപ്പ് വിതരണം ചെയ്യുന്നത്. വോട്ട് ചെയ്യാനായി ബൂത്തിലേക്ക് വരുമ്പോൾ ഈ സ്ലിപ്പും തിരിച്ചറിയൽ രേഖയും കയ്യിൽ ഉണ്ടായിരിക്കണമെന്ന് വെങ്കിടങ്ങ് വില്ലേജിലെ 132-ാം ബൂത്ത് ലെവൽ ഓഫീസർ മുഹസിൻ മാസ്റ്റർ അറിയിച്ചു. ഈ വരുന്ന 9-ാം തീയതി നടക്കുന്ന നിയമസഭാ ഇലക്ഷന് മുന്നോടിയായി ഇലക്ഷൻ കമ്മീഷൻ നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ വോട്ടേഴ്സിനും വീട്ടിൽ ചെന്ന് നമ്മൾ സ്ലിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ 132-ാമത്തെ ബൂത്തിലെ ആദ്യത്തെ വോട്ടർക്ക് ഞാൻ സ്ലിപ്പ് നൽകിക്കൊണ്ട് അതിന്റെ 132-ാമത്തെ ബൂത്തിലെ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്റെ ബൂത്തിലുള്ളത് 1220 വോട്ടേഴ്സാണ്. അവരുടെ വീടുകളിൽ ചെന്ന് ഇന്നും നാളെയും അടുത്ത ദിവസവുമായി ഈ പ്രക്രിയ പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഇലക്ഷൻ പ്രക്രിയയിൽ പങ്കാളികളാവണം. ഇത് നമ്മളുടെ അവകാശമാണ്. ഈ അവകാശം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ വിളിച്ചു വരുത്തി 9-ാം തീയതി നടക്കുന്ന ഈ ഇലക്ഷന്റെ ഭാഗമാവാൻ എല്ലാവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. എല്ലാവരും ഇലക്ഷൻ പ്രക്രിയയിൽ പങ്കാളികളാകണമെന്നും ഈ ജനാധിപത്യ പ്രക്രിയയിൽ സമ്മതിദാനാവകാശം നേരത്തെ തന്നെ വിനിയോഗിക്കണമെന്നും അദ്ദേഹം വോട്ടർമാരെ ഓർമ്മപ്പെടുത്തി.